നമ്മെ പണിവാനും ഇടിച്ചു കളവാനും നടുവാനും പറിച്ചു കളയുവാനും അധികാരമുള്ള ഒരു ദൈവത്താലാണ് നാം നടത്തപ്പെടുന്നത്, നയിക്കപ്പെടുന്നത്. ഇരമ്യാവ് 45:4 ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു. ഭൂമിയിലെങ്ങും അങ്ങനെ തന്നെ. ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇരമ്യാവ് ബാരൂക്ക് എന്ന ഇരമ്യാവിൻ്റെതായ വചനങ്ങളെ പുസ്തകത്തിൽ എഴുതിയ തൻ്റെ ആത്മീയ സഹോദരനോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാടത്ര ഇത്. ഇന്നത്തെ കാലഘട്ടത്തിലും ഇത് നമ്മോടുള്ള ബന്ധത്തിൽ ഉള്ള അരുളപ്പാടായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആയി ആ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ജീവനുള്ള കല്ലായ നമ്മെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആത്മീയ ഗ്രഹമായി ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ കഴിപ്പാൻ തക്കവ വിശുദ്ധ പുരോഗത വർഗമാകേണ്ടതിന് പണിയപ്പെടും. അതെ, ആ മന്ദിരത്തിലെ കല്ലുകൾ പരസ്പരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ യുക്തമായി ചേർന്നും ഏകീഭവിച്ചു അത്ര ഇരിക്കുന്നത്. അതെ, 1 പത്രോസ് 2:4-5, എഫേസ്യർ 2:20 മുതൽ 22 ഭാഗങ്ങൾ. ഇതിനെ ദൈവം എപ്പോൾ ഇടിച്ചു കളയുന്നു? എന്തുകൊണ്ട് ഇടിച്ചു കളയുന്നു? ഒന്ന്, ജീവനുള്ള കല്ല് നിർജീവമായ അവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു, ആദ്യത്തെ അവസ്ഥ. 2, ഈ കല്ലുകൾ എന്ത് ചെയ്യുന്നു? തമ്മിൽ യുക്തമായും ചേർന്ന് ഏകീഭവിച്ചും ഇരിക്കേണ്ടതിന് അവയെ ചേർത്ത് പണിയുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം തന്നിമിത്തം അവിടെ ഇല്ലാതാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതേ, കല്ലുകൾ തമ്മിലുള്ള പരസ്പരമുള്ള പിടുത്തം അവിടെ ഇല്ലാതാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഇടിഞ്ഞു പോകുവാനൊക്കെ വേണം ഇടയായിത്തീരുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനൊക്കെ വേണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി എന്ത് ചെയ്യുന്നു? അതേ, നാം ദേശത്ത് നമ്മെ ദൈവത്തിന്റെ മന്ദിരമായി പണിതപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. സ്തോത്രം. അതെ, വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടമായി കർത്താവിന്റെ എക്ലീഷിയായി നമ്മെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി ദേശത്ത് പണിയപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. എന്നാൽ ഈ കല്ലുകൾ എങ്ങനെ ആയിരിക്കണം? പരസ്പരം ഒന്നോടൊന്ന് ഇണച്ച് പരസ്പരം ഒരുമിച്ചായിരിക്കണം. ഒരഭിപ്രായം, ഒരാശയം, ഒരു കാഴ്ചപ്പാട്, ഒരേ ദർശനം, ഒരേ തീരുമാനം. അത് എങ്ങനെ കഴിയണം? ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. ജീവനുള്ള കല്ലായ ഒരു ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവൻ പ്രാപിച്ചവനാണ്. ദൈവത്തിന്റെ വചനത്താൽ അവൻ ജീവനുള്ളവനാണ്. അതുകൊണ്ട് അത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ അതെ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ പണിതെടുക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അതേ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിലും നമ്മൾ നിന്നില്ലെങ്കിൽ അതേ ദൈവം നമ്മെ തുടർന്ന് പണിയാതെ ഇടിച്ചു കളയും. പലയിടങ്ങളിലെയും കൂടിവരവുകൾ നാമധേയം അവരുടെ നാമം പോലും ഇല്ലാതെ ശൂന്യമായി കിടക്കുന്നു. പലരും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുന്നു. ഒരിക്കൽ അവർ എന്ത് ചെയ്തു? ദൈവത്താൽ വിളിയും തിരഞ്ഞെടുപ്പുള്ളവരായി ദൈവത്തിന്റെ ജനമായിരുന്നു, ദൈവത്തിന് പ്രയോജനപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോഴെന്തായി മാറി? അവർ ജീവനുള്ളെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനായി, കർത്താവിന് ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ കഴിയാത്തവനായി ഇരിക്കുന്നു. കർത്താവിന് അവനെ ആഗ്രഹിക്കുന്ന രീതിയിൽ പണിവാൻ കഴിയുന്നില്ല, അവനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അവന്റെ സ്വന്തം അഭിപ്രായം, സ്വന്തം കാഴ്ചപ്പാട്, സ്വന്തം ആലോചന, സ്വന്തം ഇഷ്ടം,
അതുകൊണ്ട് ദൈവത്തിന് അവനെ മേൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദൈവത്തിന് അവനെ തന്നെക്കായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു ഫിലിപ്പോസിനെ പോലെ നിർജ്ജന സ്ഥലത്തേക്ക് അവനെ അയക്കുവാനായിട്ട് അവൻ പ്രയോജനപ്പെടുന്നില്ല. സ്തോത്രം. അങ്ങനെയുള്ളവനെ ദൈവം എന്തു ചെയ്യും? അങ്ങനെയുള്ള വ്യക്തിയെ ദൈവം പണിയാതെ ഇടിച്ചു കളയും. സ്തോത്രം. ദാമ്പത്യ ജീവിതത്തിൽ അതേ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ വിവാഹവേളയിൽ പ്രധാന കാർമ്മികൻ അവർ പരസ്പരമുള്ളതായ അത് കടപ്പാട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അന്യോന്യം ഏറ്റുപറഞ്ഞ് ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവിടെ മനസ്സുകളെ ഒന്നാക്കി നിർത്തുന്നു. അവിടെ ഒരു ഗ്രഹം ഒരു ശുശ്രൂഷയുടെ മധ്യ പണിയപ്പെടുന്നു. സ്തോത്രം. അതെ, ഏത് കർത്താവിന്റെ ജനമേ, കർത്താവിന്റെ ആത്മാവിലാണ് നമ്മുടെ ഓരോരുത്തരെയും കുടുംബജീവിതം നിയന്ത്രിക്കപ്പെടുകയും ഭരിക്കപ്പെടുകയും പണിയപ്പെടുകയും ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത കുടുംബം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാത്ത കുടുംബം, ദൈവത്തിന്റെ ആരാധനയ്ക്ക് വിധേയമല്ലാത്ത ഒരു കുടുംബം എന്തായി തീരുന്നു? അതെ, അത് ദൈവത്തിന് ഹിതമല്ലാത്ത നിലയിൽ അത് നിർജീവമായി, അത് പിശാചിന് പ്രവർത്തിക്കുവാനുള്ള ഇടമായി, ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഇടമായി, ദൈവം പണിയാൻ കഴിയാത്ത ഒരു കുടുംബജീവിതമായി തീരുന്നു. അങ്ങനെയുള്ള കുടുംബജീവിതത്തെ ദൈവം എന്ത് ചെയ്യും? പണിയാതെ ഇടിച്ചു കളയും. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ സ്വഭാവം എന്ത്? നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെതായ പ്രകൃതം എന്താ? നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയാ? അന്യോന്യമുള്ള മനോഭാവം, ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യ മനോഭാവം, സമീപനം, ഇടപെടൽ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്ന മക്കൾ നിങ്ങളുമായുള്ള ബന്ധം അവരെ യഥാർത്ഥമായും സമന്വയിച്ചു പോകുവാനായിട്ട് കഴിയുന്നു, നിങ്ങളുമായി ചേർന്ന് പോകുവാൻ കഴിയുന്നു. അതെ, നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതായ കാര്യമാണ്. അതെ, നമ്മെ പണിവാനും ഇടിച്ചു കളയുവാനും അധികാരമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കും ദൈവത്തിന്റെ ആരാധനയ്ക്കും മുമ്പിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖകരമായ ഭാവി ഉണ്ടാകാനായിട്ട് കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന യുവാവേ, യുവതിയെ, നിന്റെ ജീവിതത്തിൽ നല്ലൊരു ഭാവി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ശുഭഭാവി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്തു ചെയ്യണം? നീ ദൈവത്തെങ്കിലേക്ക് തിരിയണം, നീ വചനത്തിലേക്ക് തിരിയണം, ദൈവത്തിന്റെ പ്രമാണത്തിലേക്ക് തിരിയണം, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് തിരിയണം. ദൈവസന്നിധിയിൽ യഥാർത്ഥമായും മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കരയുന്ന ഒരു വ്യക്തിയായി മാറുവാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിച്ച്, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും അനുഗ്രഹിച്ച് ശുഭകരമായ ഭാവി നിനക്ക് നൽകുവാൻ ദൈവത്താൽ കഴിയും. ദൈവം നിന്റെ ഭാവിയെ പണിയുവാനിടട്ടെ ഇടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മൾ വായിച്ച വചനത്തിൽ ഞാൻ നടുന്നവനും ഞാൻ പിഴുതെടുക്കുന്നവനുമാണ്. വാക്യത്തിൽ വായിച്ചത് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു. ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു. സ്തോത്രം. നമ്മെ ദേശത്ത് ഓരോ ദൈവത്തിനായി ദൈവം നട്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ദേശത്ത് പ്രത്യേക പദ്ധതിയും പ്ലാനുമുണ്ട്. വിളിച്ചവന്റെ നൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം നാം കർത്താവിന്റെ സാക്ഷിയായി തീരേണ്ടതിന് ദൈവം നമ്മെ ദേശത്ത് നട്ടിരിക്കുകയാണ്. നാം ദേശത്ത് എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വേരൂന്നി വളരണം, ക്രിസ്തുവിൽ ഫലം കായ്ക്കണം, ക്രിസ്തുവിന് ഫലം കൊടുക്കണം. അതെ, നാം അങ്ങനെ നാം ദൈവത്തിനായി കർത്താവിനായി നിൽക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ പണിയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നാം ദൈവത്തിന് പ്രസാദകരവും ഹിതകരവുമായ ഫലം പുറപ്പെടുവിക്കാതെ അതേ യജമാനാകുന്ന കർത്താവ് അത്തിയുടെ അടുക്കൽ വന്ന് അതിനെ നോക്കിയപ്പോൾ ഫലമൊന്നും കാണായികൊണ്ട് അതിനെ ശപിച്ചതുപോലെ നമ്മെ നോക്കി ശപിക്കുവാനിടയായിത്തീരും. നിന്നിൽ ഒരു നാളും ഫലമില്ലാതായി പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മെ നോക്കി ശപിക്കുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. ഈ നാൾ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എല്ലാ അതേ പ്രിയപ്പെട്ടവരുമേ,
നിങ്ങളുടെ ജീവിതം ദൈവത്തിനായി പണിതെടുക്കുവാൻ വിട്ടുകൊടുക്കുമോ? ദൈവത്തിന്റെ പദ്ധതിക്കായി വിട്ടുകൊടുക്കുമോ? നീ ദൈവഹിതത്തിനായി പണിപെടുവാൻ വിട്ടുകൊടുക്കുമെങ്കിൽ അവൻ നമ്മെ പണിതെടുക്കും. ഒരു കൊല്ലന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കഷണം അത് വിധേയപ്പെട്ടിരിക്കുന്നത് പോലെ, അതിനെ കൊല്ലൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പണിവാൻ വിധേയപ്പെട്ടിരിക്കുന്നത് പോലെ, നീ നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്ന യേശുവിന്റെ ഇഷ്ടത്തിനായി നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിന്നെ തനിക്ക് പ്രയോജനമുള്ള ഹിതകരമായ ഒരു ആയുധമായി പണിതെടുത്ത് ദേശത്തെത്തിയും മാനപാത്രമായി തീർക്കും. നിന്നെ ഉയരങ്ങളിൽ എത്തിക്കുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ കർത്താവേ